ദേവദൂതൻ ആദ്യം ഒന്ന് പൊട്ടി കുറെ വർഷം മുമ്പ്, അതിന് വീണ്ടും ഇറക്കി വീണ്ടും പൊട്ടിച്ചെന്ന്. ഇതന്നെ ഇത് പഴയ ബോംബൊക്കെ വീണ്ടും പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ എന്തൊരു തൊലിക്കെട്ടിയാന്ന് നോക്കിക്കോണേ, എന്തൊരു ആവശ്യമാണെന്ന് നോക്കി ഇതിന്റെ. ഇതൊക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ കയറി വല്ല യൂട്യൂബിലോ അല്ലെങ്കിൽ വല്ല OTT-യിലോ എവിടെയെങ്കിലും കിടപ്പുണ്ട്, അതങ്ങ് കാണത്തില്ലേ അവർ. എന്തിനാ ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യം എന്ത്? തിയേറ്റർ എക്സ്പീരിയൻസ് എന്തോന്ന് ഇവിടുത്തെ അവന്മാർ കാണിക്കുന്ന എക്സ്പീരിയൻസ് ഭയങ്കരം തന്നെ, വല്ലാത്തിടപാടാ. ഇപ്പൊ സ്പടികം അങ്ങനല്ല, സ്പടികം ചിലപ്പോ അത് വേറൊരു കാരണം ഉള്ളത് കൊണ്ടാണ്. ഈ ദേവദൂതൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഇറക്കാൻ പറ്റിയാൽ ഇനി ഇറക്കാൻ പറ്റിയ പടം ഏതാ? സ്പടികം ഓക്കെയാണ് കേട്ടോ, പക്ഷെ ഇതൊന്നും പോരാ. ദേവദൂതൻ എന്ത് ദൂതൻ? ഇത് ദേവനാണോ ദൂതനാണോ? എന്തിനാട്ടെ. ഈ പറഞ്ഞ പോലെ മോഹൻലാൽ വേറെ ഏത് പടം ഉണ്ടെന്ന് ഇങ്ങനെ എന്തിനു പറയുന്നത്, റീമേക്ക് എന്നല്ലല്ലോ, റീടെലികാസ്റ്റോ എന്താ ഇനി ചെയ്യുന്നെന്ന് പറയുന്നത്, തിയേറ്ററിൽ റിലീസോ എന്തേലും ആട്ടെ. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ വേറെ ഏത് പടം ഉള്ളതെന്നൊന്നും ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടൊക്കെ ചെയ്താൽ പോരെ. അങ്ങനെ ഈ എല്ലാത്തിനും ഓളം വേണമല്ലോ, എല്ലാവർക്കും ഒരു ഭ്രാന്തുള്ള കൂട്ടമല്ലേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. രണ്ടാമതൊരു ഒപ്പീനിയൻ എടുത്തിരുന്ന ഒരു പോസ്റ്റൊക്കെ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പിള്ളേർ പൊട്ടന്മാരെങ്കിലും വന്ന് കയറിയാണ്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും രസം എന്തായിരിക്കും അറിയാം, പുലിമുരുകൻ ഒന്നുകൂടെ റിലീസ് ചെയ്യുകയാണെങ്കിൽ രസമായിരിക്കും. ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പോവും, വെറുത്തു പോവും. വലിയ ഹിറ്റായ പടമാണ്, 100 കോടി ക്ലബ്ബാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആലോചിക്കുക, അതൊന്നുകൂടെ റിലീസ് ചെയ്ത ആൾക്കാർ പോകുന്ന സീന്. പിന്നെ ലൂച്ചിപ്പർ, ഇതൊക്കെ ഒന്ന് രണ്ടാമത് കാണാൻ പോലും കൊള്ളാത്ത പടമാണ്. പക്ഷെ ദേവദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഭയങ്കര കടുപ്പായിപ്പോയി. കടുപ്പായിருக்கு. അല്ല അതുക്കും പഴയ പടം. ഞാൻ നോക്കിയിട്ട് മഴ പെയ്യുന്നു മദ്രം കൊട്ടുന്നു എന്ന് പറഞ്ഞ സാധനം ഒന്നുകൂടെ റിലീസ് ചെയ്യാവോ? ആദ്യം ചിലപ്പോൾ കിടക്കും. അത് രസമായിരിക്കും കേട്ടോ, പോയി കണ്ടിരുന്ന പിള്ളേർ ട്രോളൊക്കെ ഉണ്ടാക്കി ചുമ്മാ തിയേറ്ററിലൊക്കെ ഒരു ഓളം ആയേനെ. അല്ല ഇത് ദേവദൂതൻ ആൾക്കാരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പൊട്ടിയ പടം വീണ്ടും ഇറക്കി ഒന്നുകൂടെ പൊട്ടിച്ചെന്ന്, അടിപൊളിയെന്ന്. എന്തോ ചെയ്യാനാന്ന് പറയാം, ഓരോരുത്തരുടെ ഓരോ അവസ്ഥയെ.